മക്കളെ, നമ്മുടെ ബേസിക് കോൺസെപ്റ്റുകളും നമ്മുടെ മറ്റ് മോഡൽ ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ 2016 ഒരു ക്വസ്റ്റ്യൻ നോക്കുവാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പ്രാക്ടീസ് ചെയ്തത് വെച്ച് ഇനി മുന്നോട്ട് നമുക്ക് വളരെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ, ഏറ്റവും ചെറിയ രീതിയിലാണ് സാറ് പറഞ്ഞു തരുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വലിച്ചു നീട്ടി പഠിക്കാതെ അതിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെയാണ് നമുക്ക് എക്സാമിനേഷന് നമുക്കത് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സിൽ എക്സാമിൽ നമുക്കത് ആ സ്റ്റെപ്പുകൾ ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ ചെയ്താലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അങ്ങനെയാണ് മാത്തമാറ്റിക്സിൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടി എല്ലാ സ്റ്റെപ്പുകളിലൂടെയൊന്നും പോകണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സാറൊരു ക്വസ്റ്റ്യൻ വായിക്കാം. മക്കളെല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ഇതാ ഒരു ഫിഗർ അവർ തന്നിട്ടുണ്ട്. ഇൻ ഫിഗർ AB ഈസ് എ 6 സെൻറ്റിമീറ്റർ ഹൈ പോൾ. അതായത് ഈ AB അതിന് 6 സെൻറ്റിമീറ്റർ ഉണ്ട്. ആൻഡ് CD ഈസ് എ ലാഡർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ. ഈ CD ഒരു ലാഡറാണ്. അത് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. റീച്ചസ് അപ് ടു ദ പോയിന്റ് D ഓഫ് ദ പോൾ. ഈ CD D എന്നൊരു പോയിന്റിലാണ് ഈ പോളിൽ മീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. AD 2.54. ഇവിടെ ADയുടെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, 2.54 ആണ്. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ലാഡർ. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. കാരണം ഇത് 2.54 ആണെന്ന് തന്നു, AB 6 എന്ന് തന്നു. അതുകൊണ്ട് നമുക്കറിയാം BD എന്ന് പറയണത് ഈ 6ൽ നിന്നും ഈ 2.54 അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പം നമുക്ക് BD എന്ന് പറയുന്നത് 3.46 എന്ന് കിട്ടി. അപ്പം ഇവിടെ നമുക്ക് ഈ ആംഗിൾ ഉണ്ട്, ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പം നമുക്കറിയാം sin 60 ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് sin 60 ഈസ് ഈക്വൽ ടു 3.46 ഡിവൈഡഡ് ബൈ എക്സ്. നമ്മൾ ജസ്റ്റ് sin 60യുടെ വാല്യൂ √3/2 എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 × 3.46 ഡിവൈഡഡ് ബൈ √3യുടെ വാല്യൂ നമ്മൾ സാധാരണ 1.73 എന്ന് എടുക്കുന്നത്. സാറ് പറഞ്ഞിട്ടുണ്ട് √3 എന്ന് പറഞ്ഞാൽ 1.732 ആണ്. പക്ഷേ നമ്മൾ പ്രോബ്ലംസിന് സാധാരണയായിട്ട് 1.73. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. ദെയർഫോർ എക്സ് എന്ന് പറയുന്നത് 4 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്ററാണ് ഈ ലാഡറിൻ്റെ ലെന്ത്. അവർ ചോദിച്ചത് എന്താണ്? ഫൈൻഡ് ദി ലെന്ത് ഓഫ് ദി ലാഡർ, 4 മീറ്റർ. ഇപ്പം ഏറ്റവും ചെറിയ റൂട്ടിൽ, ചെറിയ രീതിയിൽ, ഏറ്റവും ഷോർട്ടായിട്ടാണ് സാർ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ മക്കൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുമ്പം ഒരു ബുക്കിനകത്ത് ആ സ്റ്റെപ്പുകൾ എഴുതി പഠിക്കുക. അടുത്തത് 2016 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഷോർട്ട് വേയിൽ സാർ ചെയ്ത് കാണിച്ചു തരാം. സി, ആൻ ഒബ്സർവർ 1.7 മീറ്റർ ടോൾ. ഈ ഒബ്സർവർ ഇവിടെ നിൽപ്പുണ്ട്. അയാൾക്ക് 1.7 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഈസ് 20√3 മീറ്റർ എവേ ഫ്രം എ ടവർ. ഇതൊരു ടവറാണ്, ഈ കാണുന്നത് ഒരു ടവറാണ്. അതിൽ നിന്നും ഈ ഒബ്സർവർ 20√3 അത്രയും ദൂരത്തിലാണ്. ഇനി ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ദി ഐ ഓഫ് ദി ഒബ്സർവർ ടു ദി ടോപ്പ് ഓഫ് ദി ടവർ 30. അപ്പം അയാൾക്ക് 1.7 മീറ്റർ അയാൾക്ക് നീളമുണ്ട്. ഇവിടുന്ന് ഈ ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ആണ്. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ടവർ. ഇതാണ് ടവർ. അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് അവർ തന്നിരിക്കുന്നത്? നമുക്ക് AB ഒരു ടവറാണ്. ആ ടവറിൻ്റെ ഹൈറ്റ് H ആണെന്ന് കരുതുക. H നമ്മൾ കണ്ടുപിടിക്കണം. അവർ ഒബ്സർവർ തന്നിട്ടുണ്ട്. ഒബ്സർവറിൻ്റെ ഹൈറ്റ് CD ആണ്. ഈ ഒബ്സർവറിൻ്റെ നീളം 1.7 ആണ്. നമ്മളിത് ഇത് പാരലായിട്ട് ഇങ്ങനെ ഇയുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് AE എന്ന് പറയുന്നത് 1.7. ഇത് തന്നെ ആയിരിക്കും ഈ AE എന്ന് പറയുന്നത്. ഇനി ഈ ഒബ്സർവർ ടവറിൽ നിന്നും
20√3 മീറ്റർ അകലത്തിലാണ്. അപ്പം നമുക്കറിയാം DE എന്ന് പറയുന്നതും 20√3 തന്നെ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ടവറിൻ്റെ ഹൈറ്റാണ്. അപ്പം നമുക്ക് ഇത് നോക്കിയോ, EB എന്ന പോയിന്റിലാണ് ഈ ആംഗിൾ കിടക്കുന്നത്. EBയുടെ ഒരു സൈഡ്, ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡുണ്ട്. നമുക്കറിയാം ടോട്ടൽ ABH ആണ്, AE 1.7 ആണ്. അതുകൊണ്ട് EB എന്ന് പറയുന്നത് H-1.7. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ട്രയാങ്കിളിലാണ് ആംഗിൾ കിടക്കുന്നത്. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ സൈഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 20√3 ഉള്ളതുകൊണ്ട് ഈ സൈഡും 20√3 ആണെന്ന് കിട്ടി. ഇവിടെ ടോട്ടൽ H ഉണ്ട്, ഇവിടെ 1.7 ഉള്ളതുകൊണ്ട് ഈ പോയിന്റ് H-1.7. അപ്പം നമുക്ക് ഇക്വേഷൻ കിട്ടി. അപ്പം നമുക്കറിയാം ഇവിടെ ഓപ്പോസിറ്റ് പെർപെൻഡിക്കുലറും ബേസും ഉണ്ട്. അപ്പം tan 30 കൊടുക്കാം. tan 30 = H-1.7 by 20√3. tan 30യുടെ വാല്യൂ 1/√3 ആണ് നമുക്കറിയാം. H-1.7 by 20√3. ഇവിടെ ഡിനോമിനേറ്ററിൽ തന്നെ √3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 20 = H-1.7, H = 21.7 മീറ്റർ. അപ്പം ടവറിൻ്റെ ഹൈറ്റ് 21.7. നമ്മളിത് ഒത്തിരി കോംപ്ലിക്കേഷൻ ആക്കി ഒത്തിരി സ്റ്റെപ്പുകളും ആ രീതിയിലല്ല ചെയ്യേണ്ടത്. ഏറ്റവും ഷോർട്ട് വേയിൽ നമുക്ക് ഏത് ട്രയാങ്കിൾ ആണോ എടുക്കേണ്ടത് ആ ട്രയാങ്കിളിലേക്കുള്ള ഇൻഫർമേഷൻ നമ്മൾ കൊണ്ടുവരിക. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഈ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ടോട്ടൽ H ആണ്. ഇത് 1.7 ആയതുകൊണ്ട് ഇതും 1.7 ആണ്. അപ്പോൾ ഇത് H-1.7 ആണ്. ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് കിട്ടണം. അതിന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഇനി നമുക്ക് 2015 ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഏറ്റവും ഷോർട്ട് വേയിലാണ് സാർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. ടോപ്പ് ഓഫ് 2 ടവേഴ്സ് ഓഫ് ഹൈറ്റ് X and Y സ്റ്റാൻഡിങ് ഓൺ ലെവൽ ഗ്രൗണ്ട് സബ്റ്റൻഡ് ആംഗിൾ 30 and 60 റെസ്പെക്റ്റീവ്ലി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലൈൻ ജോയിനിങ് ദെയർ ഫീറ്റ്. ഫൈൻഡ് X ഈസ് ടു Y. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് അവർ പറയുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ലെവൽ ഗ്രൗണ്ട്, അതിൻ്റെ സെൻറ്ററാണ് P. ഇനി 2 ടവർ, ഇത് Tയും ഇത് Kയും ആണെന്ന് കരുതുക. 2 ടവറുകൾ. ഈ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിൽ നിന്നും P എന്ന പോയിന്റിൽ നിന്നും ചെറിയ ടവറിൻ്റെ ടോപ്പിലേക്ക് 30 ഡിഗ്രിയും വലിയ ടവറിൻ്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയും ആണ്. ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് രണ്ടും തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് 2 പേർക്കും A എന്ന് കൊടുത്തു. ടവറിൻ്റെ ഹൈറ്റ് X-ഉം Y-ഉം ആണ്. അവരെന്താ പറഞ്ഞത്? ടോപ്പ് ഓഫ് 2 ടവേഴ്സ് ഓഫ് ഹൈറ്റ് X and Y സ്റ്റാൻഡിങ് ഓൺ ലെവൽ ഗ്രൗണ്ട് സബ്റ്റൻഡ് ആംഗിൾസ് ഓഫ് 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി റെസ്പെക്റ്റീവ്ലി അറ്റ് ദി സെൻറ്റർ ഓഫ് ദി ലൈൻ ജോയിനിങ് ദെയർ ഫീറ്റ്. ദെൻ ഫൈൻഡ് X ഈസ് ടു Y. അപ്പോൾ ഇവിടെ അവരുടെ ഹൈറ്റുകൾ X-ഉം Y-ഉം ആണ്. നമുക്ക് ഈസി ആയിട്ട് 2 ട്രയാങ്കിൾ കൊടുക്കാം. ഇത് സെൻട്രൽ പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ വെറുതെ A എന്നെടുത്തു. കാരണം AP-യും PB-യും തുല്യ അകലത്തിലാണ്. അപ്പം നമുക്കറിയാം tan 30 = പെർപെൻഡിക്കുലർ ബൈ ബേസ്. അപ്പം tan 30 = X/A. tan 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. = X/A. ഇവിടെ tan 60 = Y/A. tan 60 എന്ന് പറഞ്ഞാൽ √3 ആണ്, അത് Y/A. ഇത് രണ്ടും കൂടി അങ്ങ് ഡിവൈഡ് ചെയ്തേ. അപ്പോൾ 1/√3 ഡിവൈഡഡ് ബൈ √3. ഇക്വേഷൻ 1, ഇക്വേഷൻ 2 രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ റേഷ്യോ കിട്ടും. = ലെഫ്റ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡ് X/A ഡിവൈഡഡ് ബൈ Y/A എന്ന് കിട്ടി. നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ X/Y എന്ന് വരും. ഇവിടെ ഇതെന്ത് ചെയ്യണം? ഇത് √3 എന്ന് പറഞ്ഞാൽ √3/1 എന്ന് അതിൻ്റെ അർത്ഥം. ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/√3 ഇൻറ്റു ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 1/√3 ഇൻറ്റു
ഇത് √3/1. നമ്മൾ √3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം √3/1 എന്നാണ്. അത് നമ്മൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1/√3 ഇൻറ്റു 1/√3 നമുക്ക് 1/3 എന്ന് കിട്ടും. അപ്പോൾ 1/3 = x/y എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? x⁻y എന്ന് പറഞ്ഞാൽ 1:3. അതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് റേഷ്യോ ഓഫ് ദി ഹൈറ്റ്സ് ഓഫ് ദി ടവർ ഈസ് 1:3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇതൊക്കെ സാർ ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത്. മക്കളും ആ കാര്യങ്ങളെല്ലാം ഓരോ കണക്കുകളും ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി വലിച്ചു നീട്ടി വലിയ സംഭവമായിട്ട് ചെയ്യരുത്. അന്നേരം നമ്മൾ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് വേയിൽ കാര്യം മനസ്സിലാക്കുക. ആ രീതിയിലുള്ള പ്രാക്ടീസിലൂടെയാണ് നമ്മൾ നല്ലൊരു മാർക്കിലേക്ക്, എക്സാമിനേഷൻ നല്ല ടോപ്പ് മാർക്കിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഉണ്ട്. സാറിൻ്റെ വീഡിയോസ് കാണിച്ചു തന്നുകൊണ്ട് വീഡിയോ പഠിപ്പിച്ചുകൊണ്ട് തന്നെ അവർ കൂടുതൽ PDF ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും എടുക്കും. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറിൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്ത് ടീച്ചേഴ്സും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. മാത്തമാറ്റിക്സിലെ സംബന്ധിച്ച് നല്ല മാർക്ക് എന്ന് പറയാൻ 99% എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് സാറിനെ വാട്സപ്പിൽ വിളിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. സാറ് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മക്കളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.